പടച്ച റബ്ബ് ഏറ്റവും അധികം ഒരു മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് അവന്റെ വിനയത്തോടെയുള്ള തേട്ടവും ചോദ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട്, ഒരു മുസ്ലിമിനോട് നിർവഹിക്കാൻ പറഞ്ഞ നേരമാണത്. ആ നേരത്ത് എന്നും സുഖിയന്മാരായി ഉറങ്ങി ബാങ്ക് കൊടുത്തിട്ട് എഴുന്നേൽക്കുന്ന മടിയന്മാരായിട്ട് നമ്മൾ മാറരുത്. ഖളാ ആകുന്നതിന്റെ തൊട്ട് മുമ്പ് 2 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റുകൊണ്ട് കൊട്ടിപ്പടയുന്ന മഹാമടിയന്മാരുമാകരുത്. കഴിവിന്റെ പരമാവധി നമ്മുടെ ശരീരത്തെ അതിന് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പ്രാക്ടിക്കലാക്കി വളർത്തിയെടുക്കണം. അതിനെന്തെല്ലാം കാര്യങ്ങൾ സഹായകമായിട്ടുണ്ടോ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. എന്നാൽ സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഖൽബ്, ആ ഖൽബിന് വലിയ പരിശുദ്ധി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുരുങ്ങിയ കാലത്തെ ജീവിതമാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബന്ധവും അതുപോലെ തന്നെ ഒരുപാട് കടമകളും കടപ്പാടുകളും അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ചെറുതല്ല, വലിയ കടപ്പാടുകൾ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നുണ്ട് ആരോടെല്ലാം കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കണം. ഒന്നാമതായി അല്ലാഹുവിനോടുള്ള കടപ്പാട്, അവനോടുള്ള ഫർളായ കാര്യങ്ങളിൽ കാർക്കശ്യം പുലർത്തിക്കൊണ്ടത് നിർവഹിക്കുക. അതാണ് ഏറ്റവും മർമ്മപ്രധാനമായത്. ഖാലിഖായ റബ്ബിനോടുള്ള കടപ്പാട് ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ ബാധ്യത അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ബന്ധപ്പെടുന്ന പല ബന്ധങ്ങളുമുണ്ട്. അതിലേറ്റവും വലിയ ബന്ധം വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല പെരുമാറ്റത്തിലും നല്ല ബന്ധത്തിലും കഴിയണം. ജീവിതകാലത്ത് നമുക്ക് കുറഞ്ഞ നേരം കിട്ടുന്നവരാണ് ഉപ്പയും ഉമ്മയും. അവരോട് നല്ല പെരുമാറ്റം കാഴ്ചവെച്ചുകൊണ്ട് അവരുടെ പൊരുത്തം സമ്പാദിച്ചെടുക്കണം. കിട്ടുന്നത് എത്ര കാലം കിട്ടുമോ അത്രയും മുതലാണ്. എത്ര കാലം ബാപ്പക്ക് ഉമ്മക്ക് ഖിദ്മത്ത് എടുക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയോ, ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം നേടാൻ നിനക്ക് കഴിഞ്ഞോ, നീ അത്രയും വലിയ ഭാഗ്യവാനാണ്. ബാപ്പാനോടും ഉമ്മാനോടും പൊരുത്തക്കേട് സൃഷ്ടിക്കരുത്. ബാപ്പമാര് ഉമ്മമാരെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, 2 രൂപത്തിൽ ബാപ്പമാരും ഉമ്മമാരും വരും. സ്വന്തം അർത്ഥത്തിലുള്ള ബാപ്പയും ഉമ്മയും എനിക്കുണ്ട്. എന്റെ ഭാര്യയുടെ ബാപ്പയും ഉമ്മയും അതും എനിക്ക് ബാപ്പയും ഉമ്മയുമാണ്. 2 തരത്തിലുള്ള ബാപ്പയും ഉമ്മയും വരും. 2 കൂട്ടരെയും മാനിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒത്താശകൾ ചെയ്ത് ജീവിക്കുകയും വേണം. അവർക്ക് ബാപ്പമാരും ഉമ്മമാരുമായി കണ്ട് അവർക്കൊക്കെ സേവനങ്ങളും ചെയ്യണം. ജീവിതകാലത്ത് നമുക്ക് കിട്ടുന്ന വലിയ ഒരു സന്തോഷമാണത്. പാരത്രിക ലോകത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന നല്ല അമലുകളുമാണത്. ബാപ്പക്ക് ഉമ്മക്ക് നല്ലോണം ഖിദ്മത്ത് ചെയ്ത മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ ദുനിയാവിൽ ഒരു വിഷയത്തിലും തകരാത്തതുപോലെ ആഖിറത്തിലും എല്ലാ വിഷയത്തിലും അവൻ മുൻപന്തിയിലായിരിക്കും. ബാപ്പക്കും ഉമ്മക്കും വലിയ സേവനം ചെയ്യുന്നതിൽ ഒരിക്കലും നമ്മൾ പിശുക്കന്മാരാകരുത്. ബാപ്പക്ക് ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്യുന്നതിൽ കുറവ് കാണിക്കുന്നവരാകരുത്. വബിൽ വാലിദൈനി ഇഹ്സാനൻ വബിദിൽ ഖുർബാ, കുടുംബക്കാരെയാണ് അടുത്തതായി അല്ലാഹു തആല എണ്ണി പറഞ്ഞത്. കുടുംബക്കാരായിട്ടുള്ള അടുത്ത ബന്ധുക്കളെയും അകന്ന ബന്ധുക്കളെയും സേവിക്കണം. കുടുംബ ബന്ധം വെച്ച് പുലർത്തുന്നത് അത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കാനുള്ള വലിയൊരു മാർഗമായി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു മരുന്നാണ് കുടുംബ ബന്ധം പുലർത്തി മുന്നോട്ട്
മുന്നോട്ട് പോവുക എന്നത് എല്ലാവർക്കും ആഗ്രഹമാണ്. കുറെ ആയുഷ്കാലം ഉസ്താദെ ദുനിയാവിൽ ജീവിക്കണം, ഒരുപാട് നന്മകൾ ചെയ്യണം, ജീവിക്കുന്ന കാലത്തോളവും ജീവിക്കാനും മറ്റുമൊക്കെയുള്ള നല്ല സാമ്പത്തിക അഭിവൃദ്ധിയും വേണം. അതാഗ്രഹമുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഉപദേശമാണ് നൽകിയത്, ഫല്യസിൽ റഹിമ, അവന്റെ കുടുംബ ബന്ധം പുലർത്തട്ടെ. സാമ്പത്തിക രംഗത്ത് പരാധീനത ഉണ്ടാകൂല, പക്ഷെ കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്ത് തന്നെ നമുക്ക് പിശുക്കും ഇടങ്ങേറും ബുദ്ധിമുട്ടാണെങ്കിൽ അതൊക്കെ വരും. കുടുംബക്കാര് എന്ന് പറയുമ്പോ ആദ്യമായിട്ട് ആ ലെവലിൽ വരുന്നവര് സഹോദരന്മാരും സഹോദരിമാരുമാണ്. ഏറ്റവും അടുത്ത ബന്ധം ജ്യേഷ്ഠന്മാരും അനുജന്മാരും പെങ്ങന്മാരുമായിട്ടുള്ള അടുത്ത ബന്ധം. പിന്നെ നേരെ തൊട്ടടുത്ത് നിൽക്കുന്നു ഉപ്പയുടെ സഹോദരങ്ങൾ, ഉമ്മയുടെ സഹോദരങ്ങൾ, സഹോദരിമാർ. ഈ പറയുന്ന കണക്കൊക്കെ അടുത്ത ബന്ധം എന്ന് പറഞ്ഞ ബന്ധമാണ്. അവിടുന്ന് അങ്ങോട്ട് വിടുന്നതൊക്കെ അകന്ന ബന്ധമാണ്, അതും ബന്ധുക്കളാണ്. അവർക്കൊക്കെ കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് മടിയാണ്. നമ്മുടെ സ്വന്തം ബന്ധുക്കൾക്ക് പുറമക്കാർ കൊടുക്കാൻ ഒരു പക്ഷേ പലരും ഉഷാറായിരിക്കും, ഉള്ളിലുള്ളവർക്ക് കൊടുക്കാൻ നല്ല മനസ്സിനെ വർദ്ധന. അതുകൊണ്ടല്ലേ വില പിടിപ്പുള്ള സമ്പത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആർക്കാ കൊടുക്കേണ്ടിന്ന് ചോദിച്ചപ്പോ കുടുംബക്കാർ കൊടുത്താളി എന്നല്ലേ പറഞ്ഞത്. വേറെ എത്ര ആൾക്കാരുണ്ട് കൊടുക്കാനും വാങ്ങാനും. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും നല്ല വില കിട്ടുന്ന സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതും പറഞ്ഞു കുടുംബക്കാർ കൊടുത്തേക്കണം. അപ്പൊ അടുത്ത കുടുംബക്കാരെ വിളിച്ച് മഹാനവറുകൾ അത് വീതം വെച്ചു കൊടുത്തു. എന്താ അങ്ങനെ പറയാൻ കാരണം? കൊടുക്കാൻ ഏറ്റവും നല്ലത്, കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടതും കുടുംബക്കാർക്ക്. മറ്റുള്ള ആളുകൾ കൊടുക്കുന്നതിനേക്കാളും കൂലി കൂടുതലല്ലേ. അസ്സദഖതു അലൽ മിസ്കീനി സദഖ, സാധുവിന് നീ കൊടുക്കുന്നത് ഒരു സ്വതക്കയുടെ പ്രതിഫലമാണ് നിനക്ക്. നിന്റെ കുടുംബ ബന്ധം ഉള്ള ആളുകൾക്ക് നീ കൊടുക്കുന്ന സ്വതഖത്തിൻ താൻ, അത് രണ്ട് പ്രതിഫലം അതിലുണ്ട്. ഒന്ന് സ്വതഖ, മറ്റൊന്ന് സിലത്തുൻ, കുടുംബ ബന്ധം ചേർക്കലും. രണ്ട് കാര്യങ്ങൾ അതിലൂടെ ലഭിക്കുന്നുണ്ട്, ഒന്നല്ല രണ്ടെണ്ണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീർഘായുസ് ഉദ്ദേശിക്കുന്നവർ, സാമ്പത്തിക അഭിവൃദ്ധിയും പുരോഗതിയും ഉദ്ദേശിക്കുന്നവർ, കുടുംബത്തിന് സേവനം ചെയ്യാനും ഗുണം ചെയ്യാനും അവർക്ക് സ്വതക്ക കൊടുക്കാനും നേട്ടങ്ങൾ ചെയ്യാനും ഉദ്ദേശിക്കണം. ആവശ്യങ്ങൾ അറിയുന്നതിനനുസരിച്ച് കഴിവനുസരിച്ച് പരിഹരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക വന്നാൽ, ഒരു ഹദിയ വന്നാൽ ആദ്യമായി തങ്ങൾ പരിഗണിച്ചിരുന്നത്, അത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തങ്ങൾക്ക് മുലയൂട്ടിയിരുന്ന മാതാക്കളുണ്ട്, അതുപോലെ തന്നെ പോറ്റി വളർത്തിയ മാതാക്കളുണ്ട്, അവർക്ക് കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹാ, ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹാ, ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ, അവർക്കൊക്കെ തങ്ങൾ കൊടുത്തയച്ചിരുന്നു. സുവൈബത്തുൽ അസ്ലമിയ തുടങ്ങിയവർക്കൊക്കെ കൊടുത്തയച്ചിരുന്നു. എന്തേ കാരണം? തങ്ങളോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണല്ലോ അവര്. ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇല്ല, പക്ഷേ ഉമ്മാന്റെ സ്ഥാനത്ത് അപ്പോഴുള്ള ഉമ്മമാരാണിതൊക്കെ. ഉമ്മാന്റെ സ്ഥാനത്ത് പോറ്റി വളർത്തുകയും ഉമ്മയെ പോലെ നബി തങ്ങളെ പരിചരിക്കുകയും ചെയ്ത മാതാക്കൾ, അവർക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ട വിധത്തിലുള്ള ഒത്താശകൾ ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുന്നിടത്തും സേവനം ചെയ്യുന്നിടത്തും നല്ല ശ്രദ്ധയുണ്ടാകണം, അത് നല്ലതാണ്. അതുപോലെ തന്നെ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബ്, അടുത്ത ബന്ധമുള്ള അയൽവാസികൾ, അകന്ന ബന്ധമുള്ള അയൽവാസികൾ പരിശുദ്ധ ഖുർആൻ എണ്ണി പറയുന്നു നമുക്കുള്ള ബാധ്യതകളാണ്. അയൽക്കാരെ മറക്കാൻ പാടില്ല. അടുത്ത അയൽവാസികളും അകന്ന അയൽവാസികളും രണ്ടും വരും. അവരോടും സേവനം ചെയ്യണം, അവർക്കും ഗുണം ചെയ്യണം, വിഷമങ്ങൾ ദൂരീകരിക്കണം, ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ
അറിയണം, അതും വലിയ ബന്ധമാണ്. വസ്വാഹിബി ബിൽ ജംബി, ഏതെങ്കിലും ഒരർത്ഥത്തിൽ നിന്നോട് സഹവസിച്ചവൻ, ജോലിയിലോ യാത്രയിലോ പഠനത്തിലോ ഏതെങ്കിലും രൂപത്തിൽ നിന്നോട് ബന്ധമുള്ള കൂട്ടുകാരുണ്ടാകും. ചിലപ്പോ ഹജ്ജിന് ഒരുമിച്ച് വന്നവരായിരിക്കും, അല്ലെങ്കിൽ കുറെ കാലം ഗൾഫിൽ ഒരുമിച്ച് ജോലി ചെയ്തവരാകും, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് നീ ജോലിക്ക് പോയപ്പോ നിന്നെ സഹായിച്ചവരാകും. ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരില്ലേ? നിനക്ക് ഭക്ഷണം തന്നവർ, നിനക്ക് ഒത്താശ തന്നവർ, നിന്റെ കുടുംബത്തിന് സഹായം ചെയ്തവർ, ബാപ്പയുമായുള്ള ബന്ധമുള്ളവർ, ഉമ്മയുമായുള്ള ബന്ധമുള്ളവർ, ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾ, അവർക്കും ഒത്താശ ചെയ്യണം. വബിനിസ്സബീൽ, നിനക്ക് പ്രത്യേകമായി ബന്ധമൊന്നുമില്ലെങ്കിലും യാത്രക്കാരും നിന്റെ യാത്രയിലുടനീളം ബന്ധമുള്ളവരാണ്, അവർക്കും വേണ്ട ഖിദ്മകൾ ചെയ്യണം. വമാ മലക്കത്ത് ഐമാനുക്കും, അവസാനമായി അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന ഭാര്യ സന്താനങ്ങൾ, തൊഴിലാളികൾ, അവർക്കൊക്കെ കടമകളും കടപ്പാടുകളും നിർവഹിക്കണം. സങ്കടപ്പെടുത്താൻ പാടില്ല. തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അവകാശങ്ങളോ കൊടുക്കണം. തൊഴിലെടുത്തിട്ട് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് പിന്നെ അവരൊന്നും കിട്ടാതെ ഇനിയും അവിടെ കുറച്ചുകൂടി ബാക്കി വന്നല്ലോ എന്നുള്ള സങ്കടത്തോടെ പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. പലപ്പോഴും ഞാൻ പറയാറുണ്ട്, വീടൊക്കെ നമ്മൾ നിർമ്മിക്കും, ആ വീടിന് 2, 3, 4 ഐറ്റം പണിക്കാർ വരും. ഒന്ന് തേപ്പുകാർ, മറ്റൊന്ന് വയറിങ്ങിന്റെ ആൾക്കാർ, പ്ലംബിങ്ങിന്റെ ആൾക്കാർ, പെയിന്റിങ്ങിന്റെ ആൾക്കാർ. എല്ലാവർക്കും കുറച്ച് ബർക്കത്തിന് ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൂട്ടർക്ക് 20,000 റുപ്യ, മറ്റവർക്ക് 15,000, മറ്റവർക്കൊരു 10,000, മറ്റവർക്കൊരു 5,000. കുറച്ച് സമയമൊക്കെ അവർ ചോദിക്കും, പിന്നെ ചോദിക്കാനാകൂല എന്ന് കരുതിയിട്ട് അവർ പോകും. ബാധ്യത നീങ്ങൂല. അവർ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ? പൊരുത്തപ്പെട്ട് തന്നിട്ടില്ല. ചോദിക്കാൻ പിന്നെ വരും, ചോദിച്ചില്ലേ, ചോദിക്കാനാകൂല. വിട്ടിട്ടില്ല. ഒരു ഭാരമായിട്ട് അവിടെ ഇങ്ങനെ കിടക്കും. കൊടുക്കണം, എത്ര കാലം കഴിഞ്ഞാലും കൊടുക്കണം. കൊടുക്കേണ്ട ഹക്കാണ്. ഭാര്യ സന്താനങ്ങളോടുള്ള കടപ്പാട് ഞാൻ അതിലേക്ക് കിടക്കല്ല, അത് വിശദീകരിച്ചാൽ തീരൂല. ഭാര്യ സന്താനങ്ങളോട് വലിയൊരു ബാധ്യതയുണ്ട്. പ്രധാനമായും നല്ല രൂപത്തിൽ അവരെ വളർത്തുക എന്നത് ഭർത്താക്കന്മാരുടെ ബാധ്യതയാണ്. നല്ല പെരുമാറ്റം അവർക്ക് നൽകുക. അള്ളാഹു നമ്മളോട് പറഞ്ഞതാണ്, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. രണ്ടു കൂട്ടരും ശ്രദ്ധിക്കേണ്ട, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് നല്ല പെരുമാറ്റം. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ഇടയിൽ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഒരു കുറവുണ്ടാവില്ല. ഒരു വീട്ടിൽ എല്ലാ സൗകര്യവും സംവിധാനം ഉണ്ടാകും. പക്ഷെ ഒരു വീട്ടിൽ വേണ്ടത്, ഭാര്യക്കും വേണ്ടത്, ഭർത്താവിനും വേണ്ടത്, സുഗമമായ ജീവിതത്തിന് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ട ഒരു കാര്യം നല്ല പെരുമാറ്റം. നല്ല പെരുമാറ്റമുണ്ടോ നല്ല റാഹത്തുണ്ട്, നല്ല ബർക്കത്തുണ്ട്, നല്ല ഇടപെടലുകൾ. ഇത് ബാപ്പാന്റെയും ഉമ്മാന്റെയും അന്യോന്യുള്ള തർക്കങ്ങൾ കണ്ട് വളർന്ന് ജീവിക്കുന്ന ഈ കുട്ടി ഒരു പക്ഷത്തേക്കും ചേരാതെ വേറൊരു മോഡൽ ആ കുട്ടി തിരഞ്ഞെടുക്കുക. ഉമ്മാനെ അനുകരിക്കാൻ പറ്റൂല, ഉപ്പാനെ അനുകരിക്കാൻ പറ്റൂല. ഉപ്പ ഇങ്ങനെ കറ പറ എപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ ഉമ്മ ഇങ്ങനെ അതിനനുസരിച്ചുള്ള വേറൊരു മോഡൽ. 2 മോഡലും സ്വീകരിക്കാൻ കഴിയുന്നില്ലല്ലോ, നമ്മൾ പുതിയൊരു മോഡലിലേക്ക് മാറുക. അങ്ങനെ അവര് വേറെ മോഡലിലേക്ക് മാറുക. നമ്മളെ പാരമ്പര്യത്തിൽ തന്നെ അവര് വളർന്നു വരണം എന്നാണ് നമ്മൾ ആഗ്രഹം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പെരുമാറ്റം നന്നാക്കണം, നമ്മുടെ വർത്തമാനം നന്നാക്കണം, സ്വഭാവം നന്നാക്കണം, ഇടപെടലുകൾ നന്നാക്കണം, പെരുമാറ്റം നന്നാക്കണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട് വിട്ട് ഇറങ്ങാൻ ഒരു സ്ഥലത്തേക്ക് പോകാൻ, മദീന വിട്ടു പോകാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മദീന വിട്ടു പോകുമ്പോ 9 വീട്ടിലും തങ്ങൾ കയറും. ഒരു വീട്ടിൽ കയറിയിട്ട് പറഞ്ഞിട്ട് ബാക്കി എല്ലാവരോടും പറഞ്ഞേണ്ടെന്ന് പറഞ്ഞാൽ പോലെ എത്ര പ്രയാസം. 9 വീട്ടിലും കയറും. മദീന വിട്ടു പോകാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം യാത്ര പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ് യാത്ര? തബൂക്കിലേക്കാണ്.
ഖൈബറിലേക്കാണ്, ഉഹദിലേക്കാണ്. 9 വീടുകളിലും ഒന്ന് കയറുന്നു. അവസാനമായി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലും കയറുന്നു. എല്ലാവരോടും തങ്ങൾ വിവരം പറയുന്നു. കഴിഞ്ഞു വന്നാലും തങ്ങൾ കയറുന്നു. ഇതുപോലെ എല്ലാ വീടുകളിലും കയറുന്നു. വിശേഷങ്ങൾ ചോദിക്കുന്നു. നമ്മൾ പകർത്തേണ്ടതല്ലേ? ഒരാൾ പോകുമ്പോ നിങ്ങൾ എടുക്കാൻ, ഞാൻ എടുക്കാൻ, ചോദിച്ചതിന്റെ വീഡിയോ പോയി. ഞാൻ എന്റെ പോരെന്നല്ലേ പോണേ, എനിക്കെന്താ? നിങ്ങളെപ്പോഴാ വരും? എനിക്ക് ഇഷ്ടണ്ടാകുമ്പോ വരും. കണ്ട, ഇത് രണ്ടും കാണാൻ അപ്പുറത്തേക്കുന്ന മോളും മോനും കാണാൻ. പാപ്പ എന്താ പറഞ്ഞു? പാപ്പാക്ക പോണ സ്ഥലം പറഞ്ഞാ പോരെ. എപ്പോഴാ വരാന്ന് സൗകര്യത്തോടെന്ന് പറഞ്ഞാ പോരെ. ഇതിനാ വാപ്പ അങ്ങനെ എന്തിനാ പറഞ്ഞ? ഇത് കേൾക്കുമ്പോ അപ്പുറത്ത് മറുപടി കിട്ടുന്ന ആൾക്കാരെ മനസ്സിന്റെ ഇടങ്ങേറെങ്ങനെ ഉണ്ടാവും? പറയുന്ന ആളതും ചോദിച്ചേ തെറ്റൊന്നുമല്ലല്ലോ, സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ചോദ്യം. അല്ല, നിങ്ങളോട് എപ്പോഴാ വരിക? സന്തോഷത്തോട് ചോദ്യം ചോദിച്ചാലേ. ഞാനിങ്ങനെ മംഗലാപുരത്ത് കാണും, വൈകുന്നേരം എത്തണം എന്നാ ഉദ്ദേശിക്കുന്നത്. നേരം വൈകിട്ടില്ലെങ്കിൽ, വൈകിയാൽ ചിലപ്പോൾ കുറച്ച് 10-12 മണിയൊക്കെ ആകും. ഒരാവശ്യത്തിന് പോവുകയാണ്, 1-2 ആളെ കാണേണ്ടതാണ്. സുഖമായിട്ട് പറഞ്ഞാ നമ്മളങ്ങോട്ട് പോകുമ്പോ എന്റെ ഭർത്താവ് ഇങ്ങനെ യാത്രക്ക് പോയതാ, പഠിച്ചവനെ യാത്ര റാഹത്തായി കൊടുത്തു, മുറാദൊക്കെ ഹാസിലായി കൊടുത്തു. മനസ്സറിഞ്ഞൊന്ന് ദ്വാരക്കാൻ നല്ലൽക്ക് പറയണ്ടേ? ദ്വാരക്കണമെങ്കിൽ നല്ല നിലക്ക് ആദ്യം പറയണ്ടേ? 9 വീടുകളിലും കയറിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നാ വിഷയം ഒന്ന് പറഞ്ഞു ഇറങ്ങി എന്ന് പറയുമ്പോ എത്രമാത്രം വലിയൊരു സന്തോഷമാണ്. അതൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. യാത്ര കഴിഞ്ഞു വന്നിട്ടും പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് കുറച്ചു നേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ ചെലവഴിച്ചാൽ പിന്നെയും കയറുന്നു 9 വീടുകളിൽ. വിശേഷങ്ങൾ ചോദിച്ചറിയുന്നു. നല്ല പെരുമാറ്റം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയതാണ്. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്കും മറ്റും കൊടുക്കേണ്ട മാതൃകയും അതാണ്. നല്ല സ്വഭാവങ്ങളാണ് മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. നല്ല പെരുമാറ്റങ്ങളാണ് മാതൃകയാക്കി കാണിച്ചു കൊടുക്കേണ്ടത്. എന്റെ ഉപ്പ ഒരിക്കലും എന്റെ ഉമ്മയെ ശകാരിച്ചിട്ടില്ല. എന്റെ ഉമ്മ ഒരിക്കലും എന്റെ ഉപ്പയെ മനസ്സ് വേദനിപ്പിക്കുന്നൊരു വർത്തമാനവും പറഞ്ഞിട്ടില്ല എന്നാകണം മക്കള് പറയേണ്ടത്. അതാകണം അവര് പഠിക്കേണ്ടത്. അതാകണം അവര് കാണേണ്ടത്. നമ്മിൽ നിന്ന് കാണേണ്ടത് അങ്ങനെയാണ്. പെരുമാറ്റം മോശമായാൽ ജീവിതത്തിന് സുഖം കിട്ടൂല. സഹോദരിമാരെ, പെരുമാറ്റം നന്നാക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പെരുമാറ്റം മോശമായത് കൊണ്ടല്ലേ, ദുസ്വഭാവമായത് കൊണ്ടല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആദ്യം കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തത്. അത്ര വന്യവയോധികനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടിട്ട് ബഹുമാനത്തിന്റെ ഒരു പെരുമാറ്റമോ ഒരു വാക്കോ പറയാൻ ആ ചെറുപ്പക്കാരിയായ പെൺകുട്ടി തയ്യാറായില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക് എത്തിയതാണ് സാറ ബീവിയോടൊപ്പം ഒന്ന് ഉംറ നിർവഹിക്കാൻ വേണ്ടി. അപ്പൊ കൂട്ടത്തിൽ സാറ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്റെ കുടുംബമുണ്ട് ഇവിടെ, എന്റെ മോനും കുടുംബമുണ്ട്, ഞാൻ അവരൊന്ന് കണ്ടുവരട്ടെ. സാറ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ പോയി കണ്ടുവന്നോളൂ. വാഹനത്തിൽ തന്നെ ഇരുന്ന് കണ്ട് ഇങ്ങോട്ട് പെട്ടെന്ന് വരണം, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരം വൈകണ്ടാന്ന് പറഞ്ഞു. ശരി, ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാഹനത്തിൽ തന്നെ ഇരുന്നിട്ട് ഒന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഞാൻ വേഗം വരാന്നു. അവിടെ എത്തിയ വീട്ടിന്റെ മുന്നിലെത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒന്ന് വിളിച്ചപ്പോ കതക് തുറന്നൊരു പെൺകുട്ടി വന്നു. വീട്ടുകാരൻ എവിടെ? വീട്ടുകാരൻ ജോലിക്ക് പോയതാ. എപ്പോഴാ വരിക? വൈകുന്നേരം വരും, ചിലപ്പോ ഉച്ചക്ക് വരും, എപ്പോഴൊന്ന് വരും. ഇങ്ങനെ ജീവിതമൊക്കെ വലിയ ഇടങ്ങേറാ. പെരുമാറ്റവും വർത്തമാനവും ഒന്നും ഒരു സുഖല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചിന്തിച്ചു, പഠിച്ചോനെ, ഈ പുതിയണ്ണിൽ നിന്ന് ഈ പെണ്ണിൽ നിന്ന് എന്റെ മകനിലൂടെ പേരക്കുട്ടികൾ ജനിച്ചാല് സ്വഭാവദോഷമുള്ള കുട്ടികളായി മാറൂലേ കുട്ടികളൊക്കെ? പെരുമാറ്റം മോശമുള്ള കുട്ടികളായി മാറൂലേ? ഒരു ബഹുമാനത്തിന്റെ സമീപനമോ ഒരു ശൈലിയോ വർത്തമാനത്തിൽ എവിടെയെങ്കിലും ഒരു നന്മ നിറഞ്ഞ ഒരു പെരുമാറ്റമോ ഒന്നുമില്ല. പെരുമാറ്റവും വർത്തമാനവും സമീപനം ഒക്കെ മോശം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഭർത്താവ് വന്നാല് സലാം പറയണം, എന്റെ ഉമ്മരപ്പടി മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം വന്നപ്പോ ചോദിച്ചു, ആരാ വന്നു? ആ വന്നു. എന്തെങ്കിലും പറഞ്ഞു? അതൊക്കെ ഒരു സലാം പറഞ്ഞു, സലാം മടക്കി. വീടിന്റെ ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മരപ്പടി മാറ്റി വെക്കാൻ പറഞ്ഞു. നാജി വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഒരുങ്ങിക്കോ, ഒരേ പോകാനാണ്. ഉമ്മരപ്പടി നീയാണ്,
നിന്റെ സ്വഭാവം ശരിയില്ല, പെരുമാറ്റം ശരിയില്ല, നീ വേഗം പോയി. സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഒഴിവാക്കേണ്ടി വന്നത്. ചുറുക്കില്ലാഞ്ഞിട്ടല്ല, കുടുംബം നന്നാകാഞ്ഞിട്ടല്ല, ഗോത്രം നല്ല ഗോത്രാകാഞ്ഞിട്ടല്ല. ജുർഹും ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചു. രണ്ടാമതൊരു കല്യാണം കഴിച്ചു ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഒരു വർഷത്തിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വീണ്ടും വന്നു. ആ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ ആ പെൺകുട്ടി, കതക് തുറന്ന് പുറത്തു വന്ന പെൺകുട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ട രൂപത്തിൽ തന്നെ പറഞ്ഞു, ഒന്ന് ഇറങ്ങിക്കോളൂ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാം, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാം, ഒന്ന് ഇറങ്ങി വരും. വാഹനത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാൻ സ്വീകരിക്കാം. ആ ഫസ്റ്റ് തന്നെ ആ വരവേൽപ്പിന്റെ ആ ഒരു സ്വഭാവം കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷം. എങ്ങനെ ജീവിതമൊക്കെ അൽഹംദുലില്ലാ റാഹത്താ. എങ്ങനെ ഭക്ഷണം വെള്ളമുണ്ട്, ഇറച്ചിയുണ്ട്, എപ്പോഴും ഇടക്കിടക്കൊക്കെ ഞങ്ങൾക്ക് മാംസം കിട്ടും, ഇറച്ചി ഉണ്ടാകും, അതുപോലെ തന്നെ വെള്ളമൊക്കെ സുലഭമായി കിട്ടും. ഇത് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആർന്നു കൊടുത്തു, പടച്ചോനെ അവരെ മാംസത്തിലും അവരെ വെള്ളത്തിലും നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകാൻ ഒരുങ്ങുമ്പോ പെൺകുട്ടി പറഞ്ഞു, ഉപ്പ പോകല്ലേ, ഒരു മിനിറ്റ് ഇപ്പൊ വരാം, നിങ്ങൾ ഏതായാലും ഇറങ്ങുന്നില്ലല്ലോ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ രൂപത്തോട് രൂപമൊത്ത ഒരു നബി പൂർവിക അമ്പിയാക്കളിൽ ഉണ്ടെങ്കിൽ അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ആ നല്ല വടിവൊത്ത നല്ല സൗന്ദര്യമുള്ള മുഖത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ സഹോദരങ്ങളെ ആദ്യത്തെ പെൺകുട്ടിക്ക് അങ്ങനെ പെരുമാറാൻ കഴിഞ്ഞു എന്നുള്ള അറിഞ്ഞില്ല. ഈ പെൺകുട്ടി അകത്തേക്ക് പോയി ഒരു പാത്രം വെള്ളം എടുത്തു കൊണ്ടുവന്ന്, തൊട്ടാലുതൂ മുറിയാത്ത ബന്ധമാണ് അമ്മോശനുമായിട്ടുള്ള ബന്ധം. ആ വാഹനത്തിലേക്ക് കയറാൻ പറ്റുന്ന ഒരു ചെറിയ ഉത്തരം അവിടെ വെച്ച് ഒന്ന് കയറി നിന്നിട്ട് ഈ വെള്ളത്തിൽ തൊട്ട് പൊടി പുരണ്ട താടിയും തലയും ഒന്ന് വടിച്ച് വൃത്തിയാക്കി കൊടുത്തു. നല്ല സന്തോഷത്തോടെ പൊടിയൊക്കെ മാറ്റിക്കൊടുത്തു. ഭർത്താവ് വന്നാൽ സലാം പറയണം, ഉമ്മരപ്പടി മാറ്റണ്ട, ഉറപ്പിക്കാൻ വേണ്ടി പറയണം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോ ഉപ്പ വന്നിരുന്നു എന്നും സലാം പറഞ്ഞിട്ടുണ്ട് എന്നും ഉമ്മരപ്പടി മാറ്റണ്ട, ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞപ്പോ നീയാണ് ഉമ്മരപ്പടി, നിന്റെ സ്വഭാവം ഉപ്പാക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട്, ബറക്കത്തിന് ദുആ ചെയ്തിട്ടുണ്ട്. ആ ബന്ധത്തിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 10 മക്കൾ ജനിച്ചത്. സഹോദരങ്ങളെ, ആദ്യത്തെ ബന്ധത്തിലല്ല, രണ്ടാമത്തെ ബന്ധത്തിൽ. എന്തേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പിടിക്കാതിരുന്നത്? സ്വഭാവത്തിന്റെ ദൂഷ്യമാണ്. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, ഉപ്പമാരോട് പറയട്ടെ, ജീവിതത്തിന്റെ ഏറ്റവും നല്ല സൗന്ദര്യം ഇഷ്ടം പോലെ ഉല്ലസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളല്ല. ചെറിയ കുടിലാണെങ്കിലും അതിലും താമസിക്കാം. ഏറ്റവും നല്ല സൗന്ദര്യം സ്നേഹമസൃണമായ പെരുമാറ്റമാണ്. ആർക്കും ദഹിക്കാവുന്ന പെരുമാറ്റമാണ്, സ്വഭാവമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ നട്ടുവളർത്തേണ്ടത്. അവിടെയാണ് ഉപ്പയും ഉമ്മയും വിജയിക്കേണ്ടത്, മക്കളിലേക്ക് മാതൃകയാക്കേണ്ടത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ തരത്തിൽ ജീവിക്കാനും നമ്മുടെ മക്കളിലേക്ക് മാതൃകയാക്കി നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ.